നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിന് മന്ത്രി സ്ഥലം സന്ദർശിച്ചു. പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കയ്യേറ്റ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അനുമതി നൽകിയത്. കയ്യേറ്റക്കാർക്ക് പോലീസും ഒത്താശ ചെയ്യുന്നു. മതചിഹ്നങ്ങൾ സ്ഥാപിച്ചത് പോലീസ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും K. സലിംകുമാർ. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ധർണ നടന്നു. പാവപ്പെട്ടവരുടെ ജീവനും ആവശ്യത്തിനും വില കൽപ്പിക്കാത്ത ഭരണമാണ് നിലവിൽ കേരളത്തിൽ നടക്കുന്നതെന്ന് വിമർശനം. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പൈനാവ് വെള്ളാപ്പാറ DFO ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടന്നു. വനംവകുപ്പിനെ കയറൂരി വിട്ട് കള്ളക്കേസുകളിൽ കുടുക്കി കുടിയേറ്റ ജനതയുടെ ജനകീയ മുന്നേറ്റങ്ങളെ തകർക്കാമെന്ന് സർക്കാർ കരുതുന്നത് വിലപ്പോകില്ലെന്ന് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിനു വേണ്ടി മുഹമ്മദ് റിയാസ് ഇവിടം സന്ദർശിച്ചു. ബ്രിട്ടീഷ് രൂപശൈലിയിൽ 150 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് പള്ളിക്കുന്ന് ദേവാലയം. മൂന്നാറിൽ തേയിലകൃഷിക്ക് തുടക്കം കുറിച്ച ജോൺ ഡാനിയേൽ മൺട്രോയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയും ഇടുക്കിയുടെ പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയവും വിദേശികളുടെ കല്ലറകളും ഇടുക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ഇടയാക്കും. പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേവാലയത്തിൽ സന്ദർശനം നടത്തിയത്. പുതിയ സഞ്ചാരികളെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഈ ദേവാലയം ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചത് ചരിത്രം ടൂറിസത്തിന്റെ ഭാഗമാണ്. ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഇടങ്ങളെ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താൻ സാധ്യമാകുന്ന നിലയിൽ ടൂറിസം വകുപ്പ് പൊതുവെ ഇടപെടാറുണ്ട്. ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരാധനാലയം ആ ചരിത്ര പ്രത്യേകതകളുള്ള മതസാഹോദര്യത്തിനും സ്നേഹത്തിനും സഹവർത്തിത്വത്തിനും വലിയ സംഭാവന നൽകുന്ന ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ പുതുതലമുറയിലെ സഞ്ചാരികൾ ഒക്കെ തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ നിലയിൽ സഞ്ചാരികളും ഇവിടേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ടൂറിസം വകുപ്പിനുള്ളത്. പൈതൃകങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കാനും അവയുടെ സ്മാരകങ്ങളിലേക്ക് പുതിയ തലമുറയിലെ സഞ്ചാരികളെ ആകർഷിക്കാനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുകയും വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ വികസിപ്പിക്കുകയും ചെയ്തുവരുന്നതായും മന്ത്രി പറഞ്ഞു. പഴമ നഷ്ടപ്പെടുത്താതെയാണ് ഇപ്പോഴും പള്ളിക്കുന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്നത്. ജോൺ മൺട്രോ അടക്കമുള്ളവരുടെ കല്ലറകൾ തേടി അവരുടെ പിൻഗാമികൾ ഇപ്പോഴും വിദേശത്ത് നിന്ന് എത്തുന്നുണ്ട്. പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കയ്യേറ്റ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അനുമതി നൽകിയത്. കയ്യേറ്റക്കാർക്ക് പോലീസും ഒത്താശ ചെയ്യുന്നു. മതചിഹ്നങ്ങൾ സ്ഥാപിച്ചത് പോലീസ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും K. സലിംകുമാർ പീരുമേട്ടിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇന്നലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറിയുടേതാന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയായി. അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത് എന്താണ്? കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ചെറിയ അനുമതി കൊടുത്തു. ആ ചെറിയ അനുമതി കൊടുത്തത് പഞ്ചായത്തിന് വരുമാനം കൂട്ടാനാണ്. ആ വരുമാനം കൂട്ടാൻ വേണ്ടി ചെറിയ അനുമതി കൊടുത്ത് അടുത്ത് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിതപ്പോൾ കൂടുതൽ വരുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരുള്ള നാടാണ് എന്ന തരത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം പണിയുവാൻ വേണ്ടി അനുമതി കൊടുക്കുന്നതും ആ കെട്ടിടത്തിന്
നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് സഹായിക്കുന്നതുമായ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി നമ്മുടെ കേരളത്തിലില്ലയോ? അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാ. അപ്പൊ ഇത്തരം ആളുകളെ സഹായിക്കുന്ന സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടല്ലോ. ആ സംവിധാനം എന്ന് പറയുന്നത് അടിപിടി കേസ് മാത്രം കണ്ടുപിടിച്ച് പരിഹരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണോ? ക്രമസമാധാന ചുമതലയുള്ള പോലീസിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ സ്വത്തുക്കളായാലും മറ്റു സ്വത്തുവകകളായാലും അത് കൈയേറുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്താൽ, അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയും കൂടി ഇല്ലയോ? ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കട്ടപ്പന സബ് ട്രഷറിക്ക് മുൻപിൽ നടന്ന ധർണ AICC അംഗം EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തിയത്. നഗരസഭാ പടിക്കൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ എത്തിയത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരുടെ ജീവനും ആവശ്യത്തിനും വില കൽപ്പിക്കാത്ത ഭരണമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റേത്. മാർക്സിസ്റ്റ് പാർട്ടി ധിക്കാരപരമായ സമീപനമാണ് തുടരുന്നതെന്നും ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ദ്രോഹിക്കുന്ന സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്രയും അടിസ്ഥാനപരമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന തുച്ഛമായ ഓണറേറിയം പരിഷ്കരിക്കണമെന്നും കാലോചിതമായി വർധനപ്പെടണമെന്നും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് മാത്രമല്ല, കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഇടതുമുന്നണിയുടെ പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്നത് ആശാവർക്കർമാർക്ക് 10,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം. വർഷം 4 കഴിഞ്ഞില്ലേ? 4 വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ ആശാവർക്കർമാർ, അവരിൽ ഭൂരിപക്ഷം ആളുകളും ഇടതുമുന്നണിയുടെ വാഗ്ദാനം വിശ്വസിച്ച് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തവരാണ്. 10,000 രൂപ ഓഫർ, 3,000 രൂപ പെട്ടെന്നുള്ള വർധനവ് ഓഫർ ചെയ്താൽ ആരും പ്രലോഭിതരാകും. അങ്ങനെ ആളുകളെ പ്രലോഭിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അവരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത വഞ്ചിക്കുന്ന സാഹചര്യത്തിലാണ് ആശാവർക്കർമാർ അവരുടെ ന്യായമായ ആവശ്യത്തെ മുൻനിർത്തി കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ആസ്ഥാനമായ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് മാർച്ച് നടത്തിയത്. 1, 2 10,000 കണക്കിന് ആളുകളാണ് വന്നത്. കേരളത്തിൽ 21,600 ആശാവർക്കർമാരാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പങ്കെടുത്തു. കേരള ഗവൺമെന്റ് തിരിഞ്ഞു നോക്കി അവരോട് സംസാരിച്ചു. ആ സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ വന്ന ആളുകളെയും ആശാവർക്കർമാരെയും അധിക്ഷേപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയും CITയും സമരം പൊളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. സമരജീവികൾ സംസാരിക്കാനും തയ്യാറാകാത്ത ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും LDFും ആശാവർക്കർമാരെ സമൂഹത്തിൽ അടിസ്ഥാന വർഗത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന പാവങ്ങളെ അധിക്ഷേപിക്കാനുള്ള ഹീനമായ നടപടിയാണ് സ്വീകരിച്ചത്. അതിനെ നടപടി സ്വീകരിക്കേണ്ടതാണ് കേരള സമൂഹം. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ജോസ് മുത്തനാട്ട, KA മാത്യു, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, പ്രശാന്ത് രാജു, KS സജീവ്, രാജൻ കാലാച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു. വനം വകുപ്പിനെ കയറൂരി വിട്ട് കള്ളക്കേസുകളിൽ കുടുക്കി കുടിയേറ്റ ജനതയുടെ ജനകീയ മുന്നേറ്റങ്ങളെ തകർക്കാമെന്ന് സർക്കാർ കരുതുന്നത് വിലപ്പോകില്ലെന്ന് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പൈനാവ് വെള്ളാപ്പാറ DFO ഓഫീസ് പടിക്കൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റ സമരത്തിൽ പങ്കെടുത്തതിന് കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ കേസെടുത്തിരുന്നു. രാജഭരണകാലത്ത് നിർമ്മിച്ചതും പതിറ്റാണ്ടുകളോളം ജനങ്ങൾ ഉപയോഗിച്ചതുമായ രാജപാത കയ്യേറിയിരിക്കുന്നത് വനം വകുപ്പാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായി വനം വകുപ്പ് കയ്യേറി കൈവശം വയ്ക്കുകയും ചെയ്ത റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആലുവ 3 രാജകീയ പാത ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായി സമാധാനപരമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്
ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഒത്തിരിയേറെ സമാന ചിന്താഗതിയുള്ള വ്യക്തികളുണ്ടായിരുന്നു. സമാധാനപരമായ ഒരു സമരം 38 വർഷക്കാലത്ത് ഭരണത്തിനിടയിൽ ഒരു കാലത്ത് പോലും ആരെയും പ്രകോപിപ്പിക്കാതെ കൊണ്ട് മാന്യമായി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്, കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴി, സെസിൽ ജോസ്, ജെറിൻ ജെ പട്ടാങ്കുളം, മാത്തുക്കുട്ടി കുത്തനാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പഴയ ആലുവ മൂന്നാർ രാജപാത യാത്രയ്ക്കായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടും ഈ ആവശ്യം ഉന്നയിച്ച് ഈ മാസം 16-ന് പൂയംകുട്ടി മുതൽ നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കെതിരെയും കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെയും മറ്റാളുകൾക്കെതിരെയും കേസെടുത്ത പോലീസ് വനംവകുപ്പ് നടപടികളിൽ പ്രതിഷേധിച്ചും മാങ്കുളത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്ത് പ്രകടനം നടത്തി. പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നാണ് ആലുവ മൂന്നാർ രാജപാത മാങ്കുളം ജനകീയ സമിതിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മാങ്കുളം റേഷൻ കട സിറ്റിയിൽ നിന്ന് ആരംഭിച്ച പന്തംകുളത്തെ പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പന്തംകുളത്തിയുള്ള പ്രതിഷേധ പ്രകടനം ജനകീയ സമിതി കൺവീനർ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മൾ ഓർത്തു നോക്കിക്കേ, നമ്മുടെയൊക്കെ അവസ്ഥകൾ വളരെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകണം. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായാൽ ഏത് നിയമവും മാറ്റപ്പെടും. അതിനൊന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ ലോക്കൽ പഞ്ചായത്തുകൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. മാങ്കുളത്തെ ആദ്യകാല കർഷകനായ PM മാത്യുവിന് ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പ്രതിഷേധ പന്തം കൈമാറി. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സമരസമിതി ഭാരവാഹികൾ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനം പള്ളി സിറ്റിയിൽ സമാപിച്ചു. അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധവുമായി ഇതിനോടകം കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത കമ്മിറ്റിയടക്കം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മാങ്കുളത്തും വിഷയത്തിൽ വലിയ പ്രതിഷേധം നടന്നത്. രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 16-ന് സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി മാറിയിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പൂണ്ടിക്കുളത്തു നിന്നും 1 കിലോ 300 ഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ പൂണ്ടിക്കുളം സ്വദേശി പെരിയസ്വാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2022-ൽ 3.5 കിലോ കഞ്ചാവുമായി ഇയാളെ മുൻപും കഞ്ചാവ് കേസിൽ പിടികൂടിയിട്ടുണ്ട്. ഇയാളുടെ വീടിന്റെ ഭാഗത്തു നിന്നുമാണ് 1 കിലോ 300 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തത്. തമിഴ്നാട് കമ്പത്തു നിന്നുമാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കായി വണ്ടിപ്പെരിയാറിൽ എത്തിച്ചതെന്ന പ്രതി പോലീസിന് മൊഴി നൽകി. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ, സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ, ASI മണിലാൽ, CPOമാരായ അനാൻസിയ, രാഹുൽ PK എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പിടിയിലായ പെരിയസ്വാമിയുടെ മകൾ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അവതരിപ്പിച്ചു. 60,63,35,621 രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് അധ്യക്ഷയായിരുന്നു. 60,63,35,621 രൂപ വരവും 60,31,56,000 രൂപ ചിലവും 31,79,621 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 69,75,621 രൂപ. നികുതി ഇതര വരുമാനം 41 ലക്ഷം രൂപ. ജനറൽ പർപ്പസ് ഗ്രാന്റ് 70,69,000 രൂപ. വികസന ഫണ്ട് 5,72,28,000 രൂപ.
മെയിൻ്റനൻസ് ഗ്രാന്റ് 72,63,000 രൂപ. ക്ഷേമ പദ്ധതികൾ സംസ്ഥാന ആവിഷ്കൃത പദ്ധതി വിഹിതം 65 ലക്ഷം രൂപ. MP ഫണ്ട് 50 ലക്ഷം രൂപ. MLA ഫണ്ട് 25 ലക്ഷം രൂപ. ജില്ലാ പഞ്ചായത്ത് വിഹിതം 1,40 ലക്ഷം രൂപ. ഭവന നിർമ്മാണം, വ്യവസായം, സാമൂഹ്യക്ഷേമം എന്നീ രംഗങ്ങളിൽ വൻ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. PMAY ഭവന പദ്ധതിക്കായി 5,89,60,000 രൂപയും ലൈഫ് ഭവന പദ്ധതിക്കായി 55 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ക്ഷീരകർഷകർക്ക് ഇൻസെന്റീവായി 72,50,000 രൂപയും കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 38,50,000 രൂപയും കരുതി. ഓപ്പൺ ജിംനേഷ്യം, ബ്ലോക്കിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും സൗജന്യ കർണപരിശോധന, ഉപകരണ വിതരണം, ഭിന്നശേഷി വിഭാഗക്കാർക്ക് തൊഴിൽ പരിശീലനം, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, യോഗ പരിശീലനം, മുച്ചക്ര വാഹന വിതരണം എന്നിങ്ങനെ നിരവധിയായ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ പരിഗണിച്ച് അവർക്കായി പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ടൂറിസം വികസനത്തിനായി കാൽവരി മൗണ്ടിൽ പണി പൂർത്തീകരിച്ച ടൂറിസം ബിൽഡിംഗ് മെയ് മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ടൂറിസം രംഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് വൻ നേട്ടം കൈവരിക്കാൻ സാധിക്കും. കായിക വികസനത്തിനായി ടർഫ് സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും നിർമ്മിക്കുന്നതിലൂടെ കായിക രംഗത്ത് വൻ മുന്നേറ്റമുണ്ടാകും. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കും വന്യമൃഗ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേലി നിർമ്മിക്കുന്നതിനും പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM മുഹമ്മദ് സബീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. കാഞ്ചിർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് പരിഗണന നൽകി 28,71,38,304 രൂപ വരവും 28,37,40,500 രൂപ ചിലവും 38,93,304 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിയും സേവന പശ്ചാത്തല മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വകയിരുത്തിയുമുള്ള ബജറ്റാണ് കാഞ്ചിയാർ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. വരുന്ന സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാകുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് വിവിധ മേഖലകളിലായി വിഭാവനം ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുന്ന പണം പൂർണ്ണമായി വിനിയോഗിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന വിവിധ മേഖലകൾ, ടൂറിസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ തുടങ്ങിയവ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവർക്ക് വിപണന സാധ്യതകൾ, ലൈഫ് പാർപ്പിട പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വ പദ്ധതികൾ, അതിദരിദ്രരുടെ ഉന്നമനം, അതുപോലെ തന്നെ അംഗനവാടിയിലെ കുട്ടികൾക്ക്, കൗമാര കുട്ടികൾക്ക് ഉള്ള പദ്ധതികൾ, ക്ഷീരമേഖലയ്ക്ക്, അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തിന്, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക്, വൃദ്ധക്ഷേമത്തിന്, സാമൂഹ്യ സുരക്ഷയ്ക്ക്, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതികൾക്ക്, ടൂറിസം മേഖലയ്ക്ക്, അങ്ങനെ സർവതല സ്പർശിയായ ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിക്കപ്പെട്ടത്. 28,71,38,304 രൂപ വരവും 28,37,40,500 രൂപ ചിലവും 38,93,304 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അവതരിപ്പിച്ചത്. അംഗനവാടിയിലെ കുരുന്നുകൾക്കും കൗമാരക്കാർക്കും കരുതലായി പോഷകാഹാരവും, ക്ഷീരമേഖലയ്ക്ക്, മൃഗസംരക്ഷണത്തിന് ഉണർവേകുന്ന പദ്ധതികൾക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി ആവശ്യമായ തുകയും വകയിരുത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ വൃദ്ധക്ഷേമത്തിനായും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് അർഹരായ മുഴുവൻ ആളുകളെയും കണ്ടെത്തി ആനുകൂല്യം നൽകുന്നതിനുള്ള പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിദരിദ്രർ, മറ്റു പിന്നോക്ക വിഭാഗക്കാർ, ഭിന്നശേഷിയുള്ള വ്യക്തികൾ, വൃദ്ധർ, രോഗികൾ, കുട്ടികൾ, സ്ത്രീകൾ, സ്ത്രീ കൂട്ടായ്മകൾ എന്നിങ്ങനെ കൈത്താങ്ങ് ആവശ്യമുള്ളവരും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുമായ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉചിതമായ രീതിയിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ആവശ്യമായ ധനസഹായവും വിപണന സഹായവും നൽകുന്നതിന് ബജറ്റ് ലക്ഷ്യമിട്ടിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി എന്നിവയ്ക്കടക്കം തുക വകയിരുത്തി. കുട്ടികൾക്കും കൗമാരക്കാർക്കുമായിട്ടുള്ള പദ്ധതികൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനാവശ്യമായ പദ്ധതി, സുരക്ഷാ പെൻഷനുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ബജറ്റിൽ പരിഗണനയുണ്ട്. കോൺഗ്രസ് വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി ബിജു മാണി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരെ സ്ഥിരപ്പെടുത്തുക, സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകുക, ജോലിഭാരം ക്രമീകരിക്കുക, പെൻഷൻ ലഭ്യമാക്കുക, അംഗനവാടി വർക്കർ, ഹെൽപ്പർ എന്നിവർക്ക് പ്രതിമാസം 21,000 രൂപ അടിസ്ഥാന ശമ്പളം ഉറപ്പുവരുത്തുക, തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്.
DCC ജനറൽ സെക്രട്ടറി ബിജു മാണി ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ആശാവർക്കർമാരുടെ സമരം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ 4 ദിവസം അടിയന്തര പ്രമേയമായി ഈ സമ്മേളന കാലയളവിൽ ഒന്നാണ്. ഈ വിഷയത്തോട് സംസ്ഥാന ഗവൺമെൻറ്റും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക എന്നുള്ളതല്ലാതെ അവരുന്നയിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി ചർച്ച നടത്താനോ ആ വിഷയം പരിഹരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആശാവർക്കർ നമ്മുടെ പഞ്ചായത്തിലും ആശാവർക്കർമാർ ഈ പഞ്ചായത്തിൻ്റെ കീഴിലും ജോലി ചെയ്യുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് ടോണി മാക്കോറ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ജോബൻ പാനോസ്, KP സുദർശനൻ, രാജു ബേബി, VG ജോസഫ്, ഷാജി രാമനാട്ട്, ജഗദീശൻ അറുമുഖം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. അംഗനവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുക എന്ന ആവശ്യം മുൻനിർത്തിയാണ് ധർണ നടത്തിയത്. ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ സർക്കാർ നീതി പുലർത്തുക, അംഗനവാടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ അധ്യക്ഷത വഹിച്ച യോഗം DCC സെക്രട്ടറി PR അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ ജാഗ്രത ഉണ്ടാകണമെന്നുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശാവർക്കർമാരുടെ സേവനം നിരന്തരമായി ആവശ്യമാണ് എന്ന് ഗവൺമെന്റിന് ബോധ്യമായി കൊണ്ട് ആശാവർക്കർമാരുടെ സേവനം നീട്ടിക്കൊടുത്തു. ഇപ്പം 2005 കഴിഞ്ഞ് എത്രയോ വർഷമായി ആദ്യം ഈ ആശാവർക്കർമാരെ കേരളത്തിൽ നിയമിക്കുമ്പോൾ ശ്രീ അച്യുത അനന്തൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റായിരുന്നു കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ആ ഗവൺമെൻറ് മാറി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നപ്പോഴാണ് അവർക്കൊരു ഓണറേറിയെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൻ്റെ ഒരു തീരുമാനമുണ്ടായി. അത് കൊടുക്കുന്നതിനൊക്കെ തീരുമാനിച്ച നടപടികളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ ജീവിത രീതി തന്നെ മാറി. 232 രൂപയാണ് ഒരു ആശാവർക്കർക്ക് പ്രതിദിനം കൊടുക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ആ 232 രൂപ വെച്ച് ഒരാൾക്ക്, ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിക്കുവാൻ പറ്റും? 24 മണിക്കൂറും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ആശാവർക്കർമാർ. രാജേന്ദ്രൻ മാരിയിൽ, സോണിയ ജോറി, രാജു ചമ്പൻകുളം, റോസമ്മ കൊച്ചുവേലിയിൽ, തോമസ് നടുവിലെക്കുറ്റ, സുഭാഷ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി YC സ്റ്റീഫൻ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു കുടപിടിക്കാനോ ഒരു പടുതപിടിക്കാനോ കഴിയാതെ സമ്മതിക്കാതെ പെരുവെയിലത്ത് കണ്ണുനീരുമായി കഴിയുന്ന ഈ സഹോദരിമാർക്ക് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പണിക്കരും കോൺഗ്രസ് പ്രവർത്തകരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. നമ്മളവർക്ക് മുടി വന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അവർക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അവരോട് സഹകരിക്കാനും കരുണ കാണിക്കാനും മാത്രമേ നമുക്ക് കഴിയൂ. ഞാൻ ഈ പെസഹായുടെ അത് വൈകുകാലത്ത് ഓർക്കുകയാണ്. ക്രിസ്തു കുരിശുമായി കടന്നു പോകുമ്പോഴേ അടിയേറ്റ് വസ്ത്രങ്ങൾ വലിച്ചു കീറി രക്തത്താൽ മുങ്ങി അദ്ദേഹം നടന്നു പോകുമ്പോഴേ ഒരു സ്ത്രീ മെല്ലെ നടന്നു എന്ന് അവർക്ക് ക്രിസ്തുവിന് കൊടുക്കാൻ ഒന്നും അവരുടെ കൈവശമില്ല. മണ്ഡലം പ്രസിഡന്റ് ഷാജി മടുത്തുമുറി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ റിജി ലിപ്പുലിക്കാട്, ജോസ് തച്ചാപറമ്പിൽ, ജോസുകുട്ടി അരിപ്പറമ്പിൽ, അജയ് കളത്തുകുന്നേൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ CPM പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ബഹുജന ധർണ നടത്തി. കട്ടപ്പനയിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്തു. അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക, കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക, ലൈഫ് പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യഥാസമയം ചേരുക, ഭൂമിപതിവ് ഭേദഗതി ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പാക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വന്യജീവികളെ തുരത്തുക, ഭരണനിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങളിന്മേൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണയിക്കുക, കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം VR സജി കട്ടപ്പനയിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ നിർണായകമായ ഇടമുള്ള തേക്കടിയും മൂന്നാറും അടക്കമുള്ള ജില്ലയിലെ അഭിമാനകരമായ നേട്ടങ്ങൾ സഞ്ചാരിക്ക് പ്രദാനം ചെയ്യുന്ന ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടി ചേർന്നുകൊണ്ട്
ഈ ഇടുക്കി ജില്ല സമ്പന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ നിയമത്തിൽ ഇടപെട്ടുകൊണ്ട് പല ഘട്ടത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോടതിയിൽ പോവുകയുണ്ടായി. ഈ കോടതിയിൽ പോയതിന് പേരുണ്ട്. മാത്യു കുഴൽനാടൻ കോടതിയിൽ പോയി. അതുപോലെ തന്നെ അടിമാലിയിലെ ഒരു പഞ്ചായത്ത് അംഗം കോൺഗ്രസിന്റെ കോടതിയിൽ പോയി. അതുപോലെ തന്നെ ഇവിടെ ഈ ബൈപ്പാസ് റോഡിൽ നമ്മുടെ കട്ടപ്പനയിൽ ഇപ്പോഴത്തെ ഒരു നഗരസഭാ കൗൺസിലർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോടതിയിൽ പോയി പല ഘട്ടങ്ങളിലായി ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവിത വ്യവസ്ഥയെ ബാധിക്കുന്ന രൂപത്തിലുള്ള കോടതി വിധികൾ സംഘടിപ്പിച്ചു. പാറ പൊട്ടിക്കാൻ പാടില്ല, മണൽ വാരാൻ പാടില്ല, വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്ന നിലയ്ക്കെല്ലാമുള്ള നിരവധിയായ വിധികളാണ് സംഘടിപ്പിച്ചത്. ഇതെല്ലാം തന്നെ സാമ്പത്തിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. കട്ടപ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി പി വി സുരേഷ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ടോമി ജോർജ്, എസ് എസ് പാൽരാജ്, പൊന്നമ്മ സുഗതൻ, കെ എൻ വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ, സി ആർ മുരളി, ടി ജി എം രാജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ നിർമ്മാണ നിരോധനത്തിനെതിരെ CPM വണ്ടിപ്പെരിയാറിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M തങ്കദുരൈ ധർണ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കുക, ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക, വന്യമൃഗ ആക്രമണം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. സമരത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം M തങ്കദുരൈ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ നിർമ്മാണ നിരോധനത്തിന് ഒത്താശ നൽകുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ജില്ലയിലാകെ ഇത് കെട്ടിട വേരുകളിൽ ഈടുവിടുവதற்கு ഇപ്പോ വണ്ടിപ്പെരിയാർ പഞ്ചായത്തെ പൊറുത്തവരയിൽ நம்முடைய ஏழை மக்கள் லைஃப் பவன பദ്ധதியில் அவர்கள் லைஃப் பவன பദ്ധதி வீடுகள் கட்டி பூர்த்தி செய்வதற்கான வேலைகள் இப்ப കേരളത്തിലാകെ ഏതാണ്ട് 4,80,000 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. 1,00,000 അധികமான വീടുകൾ വേലകൾ ആരംഭം കുറിക്കപ്പെട്ട് അവരുടെ വേലകൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. കരാർ வைத்து வேலை செய்யக்கூடிய லைஃப் பദ്ധதியில் இருக்கக்கூடியவர்களுக்கு NOC கொடுக்க வேண்டும் என்றால் ரெவென்யூ டிபார்ட்மெண்டிலிருந்து ரெவென்யூ டிபார்ட்மெண்டிலிருந்து അനുമതി വാങ്ങ வேண்டும் என்ற உத்தரவு ഇടുക്കി ജില്ലയിലെ കളക്ടർ ഉൾപ്പെടെ അധികാരികൾ കൊടുത്തിരുന്നത് സാധാരണ ജനങ്ങളെ அரசு அப்படி ஒரு உத்தரவு இதுவரை இறக்கப்படவில்லை. CPM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, ഏരിയ കമ്മിറ്റി അംഗം VGGC, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, മഞ്ചുമല ലോക്കൽ കമ്മിറ്റി അംഗം K ചന്ദ്രൻ, S രാജേന്ദ്രൻ, ശാന്തി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. CPM കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം MV ബേബി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ നിരോധനം പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക, കപട പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക, ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ NOC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, റെഡ് സോൺ, ഓറഞ്ച് സോൺ മേഖലകളിൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണയം നടത്തുക, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം ET ദിലീപ് അധ്യക്ഷത വഹിച്ച യോഗം MV ബേബി ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അത് വ്യവസായിക മേഖലയിലാണെങ്കിലും മറ്റ് കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും യാതൊരുവിധ നിർമ്മാണ തടസ്സവും ഇന്ന് കേരള സംസ്ഥാനത്തില്ല. അതേസമയം ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും അപ്രഖ്യാപിതമായിട്ടുള്ള നിർമ്മാണ നിരോധനം നിലനിൽക്കുകയാണ്. ഇത് പറയുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ ഭരണാധികാരി കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്നും 2 കോറസ് ലോറിയിൽ 3 കോറസ് ലോറി പാറ, മണല് അടക്കമുള്ള സാധനങ്ങൾ കടന്നുവരും. തൊടുപുഴ വഴി വരുന്ന ലോഡ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഭരണാധികാരി ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി.
എബിൻ ജോസഫ്, ശശി കന്യാലിൽ, ടി.ഡി. മനോജ്, മാത്യു തോമസ്, ബിജു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കല്യാണത്തണ്ടിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ നഗരസഭാ സെക്രട്ടറി 2 തവണ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചതായി കേരള കോൺഗ്രസ് എം നേതാക്കൾ. ഇതിൻ പ്രകാരമുള്ള ഉത്തരവ് സെക്രട്ടറി വാങ്ങിയിരുന്നു. ഇതറിയാതെ പോയ നഗരസഭാ ഭരണപക്ഷമാണ് മണ്ടന്മാരെന്നും നേതാക്കൾ വിമർശിച്ചു. കേരള കോൺഗ്രസ് എം നടത്തിയ സമരത്തിനെതിരെ നഗരസഭാ വൈസ് ചെയർമാൻ നടത്തിയ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. കേരള കോൺഗ്രസ് പാർട്ടി കട്ടപ്പന നഗരസഭയുടെ മുന്നിൽ നടത്തിയ നിരാഹാര സമരം ഒരു പ്രഹസനമായിരുന്നുള്ള രീതിയിൽ കട്ടപ്പന നഗരസഭാ ഭരണസമിതി പറയുന്നതായി മീഡിയ വഴിയെല്ലാം വന്നു. ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും സമരത്തിന് വേണ്ടി സമരം നടത്തുന്നവരല്ല. തക്കതായ കാരണമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സമരം നടത്താറുള്ളൂ. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളെ വളരെ കൃത്യമായ അറിവ് ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരം നടത്തിയത്. ഇന്ന് നമ്മൾ കട്ടപ്പന നഗരസഭയിൽ ചെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ആ ഉത്തരവ്, അതായത് റവന്യൂ വകുപ്പിൽ നിന്ന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കട്ടപ്പന നഗരസഭയിൽ ഭൂമി അനുവദിച്ചതിൻ്റെ രേഖയാണിത്. അതായത് കട്ടപ്പന നഗരസഭയിൽ MCF, RRF എന്നിവ സ്ഥാപിക്കുന്നതിനായി കട്ടപ്പന വില്ലേജിൽ കല്യാണത്തിൻ്റെ ഭാഗത്ത് 60 സെൻറ്റ് സർക്കാർ പുറമ്പോക്ക് ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭാ സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷ കൊടുത്തത് 23/10/2024 9/12/2024. അതായത് 2 പ്രാവശ്യം അപേക്ഷിച്ചതിൻ്റെ പേരിലാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത്. ഈ സ്ഥലം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിനകത്ത് മാലിന്യ സംസ്കരണം മാത്രമേ നടക്കുള്ളൂ, വേറെ ഒരു ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനകത്ത് കറക്റ്റായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം കല്യാണത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടത്തുന്നതിന് വേണ്ടി നഗരസഭാ സെക്രട്ടറി അതിൻ്റെ ഉത്തരവ് മേടിച്ചപ്പം അതറിയാതെ പോയ നഗരസഭാ ഭരണസമിതിയാണ് ശരിക്കും മണ്ടന്മാരെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഭരണസമിതി അറിഞ്ഞില്ലെങ്കിൽ അതാരാ അതിൻ്റെ കുഴപ്പക്കാരെ? കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാതെയും പഠിക്കാതെ തട്ടിപ്പിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഭരണസമിതി. അപ്പം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും കേന്ദ്രമായി കട്ടപ്പന നഗരസഭ മാറി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബസ് സ്റ്റാൻഡിൽ പുതിയ സ്റ്റാൻഡിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പൈസ വാങ്ങിയെന്നും പറഞ്ഞിട്ട് ഭരണസമിതി പൈസ വാങ്ങിയെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം മാറി വന്നു. അതോടൊപ്പം ഒരു സംഘടനയുടെ ആളുകൾ എനിക്ക് രേഖാമൂലം പരാതി തന്നു. ആ കൗൺസിലറുടെ പേര് വെച്ചാണ് എനിക്ക് പരാതി തന്നു. നമ്മൾ പൊതുജന മധ്യത്തിൽ ആരെയും മോശക്കാരാക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മേടിച്ചെന്നു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ ജെൻഡർ വികസന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്രൈം മാപ്പിംഗ് സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പീരുമേട്, ഉടുമ്പന്നൂർ, കുമാരമംഗലം, മൂന്നാർ, അറക്കുളം, കരുണാപുരം എന്നീ 6 പഞ്ചായത്തുകളിലെ 4850 സ്ത്രീകളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ വിവരങ്ങൾ പരിപാടിയിൽ വെളിപ്പെടുത്തി. സർവേയിൽ പങ്കെടുത്ത സ്ത്രീകൾ ആകെ 1639 അതിക്രമങ്ങൾ നേരിട്ടതായി വെളിപ്പെടുത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി ADM ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കുറ്റകൃത്യങ്ങളെ അതിന്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ പരിഹരിക്കുന്നതാണ് ക്രൈം മാപ്പിംഗിന്റെ ലക്ഷ്യമെന്നും അതിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വരെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വിഷയം കെട്ടുകഴിഞ്ഞാൽ അത് കേസ് സ്റ്റഡി ആക്കി സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആ വിഷയത്തിന്റെ ഫോളോ അപ്പ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ റിസൾട്ട്. ഞാനിപ്പോ എന്റെ അടുത്ത് ഒരു വിഷയം കഴിഞ്ഞാൽ പാഠം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയം എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് താഴേക്ക് കൊടുത്തിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണെന്ന് എന്റെ കൂടെ സഹപ്രവർത്തകരൊക്കെ വന്നിരിപ്പുണ്ട്. അത് തീരുന്നിടം വരെ പരമാവധി നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അത് അതിന്റെ കോർഡിനേഷൻ, വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ വിഷയത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, പ്രശ്നങ്ങൾ രഹസ്യാത്മകതയോടെ തുറന്നു പറയുവാനുള്ള അവസരം നൽകുകയും വിവിധ പ്രദേശങ്ങൾ തിരിച്ച് രേഖപ്പെടുത്തുന്നതുമാണ് പദ്ധതി. കൂടുതൽ സ്ത്രീകൾ നേരിട്ടത് വാചിക അതിക്രമങ്ങളാണെന്നും ബന്ധുക്കളിൽ നിന്നും അപരിചിതരിൽ നിന്നും കൂടുതൽ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും സർവേയിൽ വ്യക്തമായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന മർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ അരുത് ലഹരി എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തി. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അരുത് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പരിപാടിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിതെല്ലാം മക്കളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നോമ്പുകളൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു സമൂഹമാണിപ്പോൾ. നമുക്കിതെല്ലാം മാറ്റി ഒരു മാതൃകുടുംബം ഉണ്ടാക്കണം. പണ്ടൊക്കെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ മക്കൾ പഠിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക്
ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതുകൊണ്ട് ഒരു മൊബൈൽ എടുത്തതും തുറക്കണമെങ്കിലും കടക്കണമെങ്കിലും എല്ലാം മക്കളുടെ ആവശ്യം വേണം. അവർക്ക് സ്വതന്ത്രമായി വലിയ മൊബൈലുകളൊക്കെ മേടിച്ചു കൊടുക്കും. അവർ പറയും അതിൽ കൂടി തിന്മയും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായി അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ പഠിച്ചു വെക്കും. ഇതെല്ലാം അവരുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരും. അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ തിന്മകളുടെ സാഹചര്യം കൂടുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ സലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടം. 19, 17, 21 വയസ്സുള്ള പെൺകുട്ടികളെ ഉൾപ്പെടെ പീരിമേട്ടിലും തൊടുപുഴയിലുമൊക്കെ എക്സൈസും പോലീസും പിടിക്കപ്പെടുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന നിലവിളികൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന മാരകമായ മയക്കുമരുന്നിലേക്ക് ഏതാണ്ട് 9 വയസ്സ് മുതൽ കുട്ടികൾ കടന്നുപോകുന്നു എന്ന് കണക്കുകൾ തെളിയിക്കുകയാണ്. എന്താണ് സിന്തറ്റിക് ഡ്രഗ്സ്? സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന മയക്കുമരുന്ന്. അതിന് പ്രത്യേകമായ മണമില്ല, അതിന് പ്രത്യേകമായ രുചിയില്ല, അതിന് പ്രത്യേകമായ കളറില്ല. ചിലത് പഞ്ചസാരത്തരി പോലെ, ചിലത് മൈദാമാവ് പോലെ, ചിലത് റവ പോലെ. പഞ്ചസാരത്തരി പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ് തൊടുപുഴയിലെ 24 വയസ്സുകാരി പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടത്. വനിതാ വിംഗ് പ്രസിഡന്റ് ആഗ്നസ് ജോസ് അധ്യക്ഷയായിരുന്നു. ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, MK തോമസ്, റോസമ്മ മൈക്കിൾ, ഷിയാസ് AK, അജിത് സുകുമാരൻ, അനിൽ പുനർജനി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ലഹരി വിമുക്ത പഞ്ചായത്ത് എന്ന പദവിയിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ സംഘടനകൾ, സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, സ്കൂളുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ജനകീയ സദസ്സ് ചേർന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾ, പോലീസ്, എക്സൈസ്, മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ജനകീയ സദസ്സ് ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. പ്രായമുള്ള ആളുകൾ മദ്യപിച്ചതിന് ശേഷം റോഡിൽ കിടന്ന് അടിപിടി ഉണ്ടാക്കുന്നു, തല്ലുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ കൊലപാതകത്തിന് പ്രതിയാവുകയോ മോഷണ കേസിലോ പിടിച്ചുപറിയിലോ മറ്റുള്ള അടിപിടിയിലോ ഒന്നും പ്രായമുള്ള ആളുകൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. ഒരു 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർ കുട്ടികളിലാണ് അമിതമായിട്ടുള്ള ഈ പ്രലോഭനമുണ്ടാകുന്നത്. അതിനുള്ളൊരു അവസരം തന്നെ വേദി തന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിയ ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കേരളമായി മാറിയിരിക്കുകയാണ്. ഇതൊരു വലിയ ഒരു ചെയിൻ സർവീസ് പോലെയാണ് കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. വിജയകുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ അശോക് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ സദസ്സ് ചേർന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനമെടുത്തു. കൂടാതെ സ്കൂൾ, കോളേജ് തലത്തിലും പഞ്ചായത്ത്, വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. കുടുംബശ്രീ ചെയർപേഴ്സൺ ലിജി ഷിബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, മാരി അറുമുഖം, സിസ്ലി സജി, അനുമോൾ ബിനോയ്, സൂസൻ ജേക്കബ്, രാജലിംഗം, പുറ്റടി സ്കൂൾ പ്രിൻസിപ്പൽ KN ശശി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി എന്ന വിപത്തിനെതിരെ വ്യത്യസ്തമായ ആശയവുമായി DYFI. ഇതിന്റെ ഭാഗമായി അണക്കര ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വേണ്ട, പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തി അണക്കര പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂളിൽ പൂന്തോട്ടം നിർമ്മിച്ചു നൽകി. DYFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരായി വിവിധങ്ങളായ ക്യാമ്പയിനുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് അണക്കര 8-ാം മൈൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വേണ്ട, പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാമെന്ന സന്ദേശവുമായി യുവാക്കൾ രംഗത്തെത്തിയത്. അണക്കര പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂളിൽ പൂന്തോട്ടം നിർമ്മിച്ചുകൊണ്ടായിരുന്നു വ്യത്യസ്തമായ ആശയം മുന്നോട്ട് വെച്ചത്. DYFI ജില്ലാ പ്രസിഡന്റ് S. സുധീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റാണി മരിയ എന്നിവർ ചെടി നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ DYFI മേഖലാ സെക്രട്ടറി ഐപ്പ് ജോസഫ്, CPM ലോക്കൽ സെക്രട്ടറി അജി പോളച്ചിറ, KV പീറ്റർ, അനി S തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയിൽ MT വാസുദേവൻ നായരുടെ 2-ാം ഊഴം എന്ന സാഹിത്യകൃതി അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവും നടന്നു. ലൈബ്രറി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ മോബിൻ മോഹനൻ വിഷയം അവതരിപ്പിച്ചു. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CP പാറപ്പായി ഉദ്ഘാടനം ചെയ്തു. MT വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്തമായ നോവലാണ് 2-ാം ഊഴം. മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം.
5 മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാം മുഴമേ ലഭിക്കുന്നുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടർന്നു. ഇതാണ് പേരിന് പിന്നിൽ. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാം മുഴം. നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവുമാണ് ലൈബ്രറി അങ്കണത്തിൽ സംഘടിപ്പിച്ചത്. നമുക്കറിയാം 24,000-ഓളം ശ്ലോകങ്ങളുള്ള മഹാഭാരതം 300 പേജുള്ള ഒരു പുസ്തകമാക്കി അല്ലെങ്കിൽ ഒരു ആഖ്യായികയെ ചുരുക്കി എഴുതുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടും വളരെയേറെ പ്രയത്നവും അതിൻ്റെ പിറകിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും അത് അടിച്ചമർത്തപ്പെട്ടവരുടെ മഹാഭാരതത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി ഒക്കെ അതിനെ മാറ്റിയെടുക്കുവാൻ, മഹാഭാരതത്തിൻ്റെ വേറിട്ട വഴിയിലൂടെ മഹാഭാരതത്തിലൂടെ സഞ്ചരിക്കുവാൻ രണ്ടാം മൂഴത്തിലൂടെ നമ്മുടെ കഥാകൃത്തിന് MT വാസുദേവൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനത്തോട്ടം അധ്യക്ഷനായിരുന്നു. സാഹിത്യകാരൻ മോബിൻ മോഹനൻ വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ നടന്നു. ദീർഘകാലം കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച PJ വർക്കിയെ യോഗത്തിൽ ആദരിച്ചു. 2023 TB മുക്ത പഞ്ചായത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത്. ചെറുതോണിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ അവാർഡ് ഏറ്റുവാങ്ങി. പൊതുജനങ്ങൾക്കിടയിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇവയെല്ലാം പരിഗണിച്ചാണ് 2023-24 വർഷത്തെ TB മുക്ത പഞ്ചായത്തിനുള്ള അവാർഡ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഏറ്റുവാങ്ങിയത്. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ DMOയുടെ കയ്യിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ അവാർഡ് ഏറ്റുവാങ്ങി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് 2023 TB മുക്ത പഞ്ചായത്തിനുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന ചടങ്ങിൽ ബഹുമാനമുള്ള DMO ഇടുക്കി ജില്ലാ DMOയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ജില്ലയിൽ 30ഓളം പഞ്ചായത്തുകൾക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും പലരാജ്യങ്ങളുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും TB മുക്തമായതിനുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓരോ കുടുംബത്തെയും സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള ഹാപ്പി കേരളം പദ്ധതി വണ്ടിപ്പെരിയാർ വാളാടി അങ്കണവാടിയിൽ നടന്നു. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് അങ്കണവാടിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. സാമൂഹ്യം, ജീവിത പശ്ചാത്തലം, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി സന്തോഷത്തോടെ മുന്നേറാൻ അവസരമൊരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ CDS ചെയർപേഴ്സൺ S. പുനിത അധ്യക്ഷയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജനങ്ങൾ പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും വ്യക്തിപരമായ വിഷയങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. യോഗത്തിൽ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ സീമ മേരി, ബ്ലോക്ക് കോർഡിനേറ്റർ ഗോപിക ശിവൻ, കമ്മ്യൂണിറ്റി കൗൺസിലർ ആൽഫി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും പദ്ധതി നടപ്പിലാക്കും. ടീം ഇടുക്കി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്കായി സ്പോർട്സ് കിറ്റുകൾ വാങ്ങി നൽകി. പഠനത്തോടൊപ്പം കായിക മേഖലകളിലും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും റിട്ടയർഡായ പട്ടാളക്കാരും ചേർന്ന ജനനന്മയ്ക്കായി തുടങ്ങിയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ്. സംഘടനയുടെ നേതൃത്വത്തിൽ 2019 മുതൽ വിവിധ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. നിലവിൽ ഇടുക്കി ജില്ലയിലുള്ള 20ഓളം ഗവൺമെന്റ് സ്കൂളുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഏകദേശം 20ഓളം ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മൾ ഇതുപോലുള്ള നൽകി കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മളുടെ ആളുകളുണ്ട്. ഇടുക്കി ജില്ലയിൽ എല്ലാവർക്കും തന്നെ അറിയാം, പട്ടാളക്കാർ എന്ന് പറഞ്ഞ് നമ്മളെ അറിയപ്പെടാതിരുന്ന ഒരു ചെറിയൊരു സമൂഹമാണ്. അവർ ജോലി ചെയ്തു ഇന്നടക്കൊരാളുണ്ട് എന്ന് മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഇൻഡിവിജ്വൽ മാത്രമായി അറിഞ്ഞിരുന്ന ആ ഒരു പ്രസ്ഥാനത്തിനെ നമ്മൾ പുതിയ ധാരയിലേക്ക് കൊണ്ടുവരുന്നതും അതോടൊപ്പം പുതിയ തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് PET എന്ന് പറയുന്നത്.
ആ PETക്ക് ഇത്രയും എക്യുപ്മെന്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. എന്തായാലും ശാന്തിഗ്രാമിലെ ഈ നല്ല വിദ്യാലയത്തിലേക്ക് ഇങ്ങനെ കുറേ സ്പോർട്സ് എക്യുപ്മെന്റ്സ് സ്പോൺസർ ചെയ്ത ടീം ഇടുക്കി സോൾജേഴ്സിൻ്റെ ഭാരവാഹികൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം അഭിനന്ദനങ്ങളും കടപ്പാടും നന്ദിയും അറിയിച്ചു കൊടുക്കും. ഇതിന്റെ ഭാഗമായാണ് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈനായി പഠിക്കുന്നതിനുള്ള LED TVകൾ നൽകിയിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്പോർട്സ് കിറ്റുകൾ കൈമാറിയത്. ക്യാപ്റ്റൻ ജോയി KJ കാഞ്ഞിരത്തുമൂട്ടിൽ, സുബേദാർ അനീഷ് തോമസ് പുളിക്കൽ, ഹവിൽദാർ ശ്രീജേഷ് സോമൻ എന്നിവരാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. പരിപാടിയിൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി സുബേദാർ അനീഷ് തോമസ്, ജോയിന്റ് സെക്രട്ടറി ഹവിൽദാർ അജിത് ജോൺ, വിഷ്ണു കട്ടപ്പന തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉത്സവത്തിന് കൊടികയറി. മാർച്ച് 25 മുതൽ ഏപ്രിൽ 3 വരെയാണ് ഉത്സവം നടക്കുന്നത്. കൊടിയേറ്റിന് മുന്നോടിയായി രാവിലെ പള്ളി ഉണർത്തൽ, നിർമാലി ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശരവണപുരിയിൽ നിന്നും ചെണ്ടമേളം, നാദസ്വരം, താലപ്പൊലി തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കൊടിക്കൂറ ഘോഷയാത്ര തുടങ്ങിയവ നടന്നു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം 8 മണിക്ക് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി. പീരുമേട് MLA വാഴൂർ സോമനാണ് കൊടിക്കൂറയും കൊടിക്കയറും വർഷങ്ങളായി സംഭാവന നൽകുന്നത്. തുടർന്ന് നടന്ന തെളിയിക്കൽ ചടങ്ങിൽ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ, പീരുമേട് MLA വാഴൂർ സോമൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ N ശ്രീധര ശർമ്മ, G ഗോപകുമാർ എന്നിവർ ദീപം തെളിയിച്ചു. ഉത്സവത്തിന്റെ ആദ്യ ദിവസം യുവ തുള്ളൽ പുരസ്കാരം ജേതാവ് ശ്രീവത്സം പ്രഫുൽകുമാർ കടുത്തുരുത്തി നടത്തിയ ഓട്ടൻതുള്ളലും അരങ്ങേറി. നിന്നർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാർ കല്ലാർലി മാലിന്യ പ്ലാന്റിൽ നിന്നും ആനകൾ മാലിന്യം കഴിക്കുന്നത് നിയന്ത്രിക്കാൻ നടപടിയില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കാട്ടാനകൾ അകത്താക്കുന്നത്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെങ്കിലും ആനകൾ ഇവിടേക്ക് കടക്കുന്നത് തടയാൻ നടപടി ഒരുക്കിയിട്ടില്ല. കല്ലാർലി മാലിന്യ പ്ലാന്റിൽ നിന്നും പടയപ്പ ഉൾപ്പെടെയുള്ള ആനകൾ മാലിന്യം കഴിക്കുന്നത് വിവാദമായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് മാലിന്യം നീക്കം ചെയ്തെങ്കിലും വീണ്ടും മാലിന്യം നിറഞ്ഞതോടെയാണ് ആനകൾ എത്തുന്നത് പതിവായത്. കാട്ടാനകൾ പ്ലാന്റിന്റെ പരിസരത്തെത്തുന്നത് തടയാൻ വേലി ഒരുക്കണമെന്ന ആവശ്യവും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. അപകടകാരികളായ ആനകൾ പ്ലാന്റിൽ നിൽക്കുന്നത് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നവർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 100, വിൽപ്പനയ്ക്ക് വന്നത് 23,621, വിൽപ്പന നടന്നത് 20,111, കൂടിയ വില 2,905, ശരാശരി വില 2,715. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 682 രൂപ, ഏലം കൂടിയ വില 2,650, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 780, കൊക്കോ 120, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,195 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിന് മന്ത്രി സ്ഥലം സന്ദർശിച്ചു. പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കയ്യേറ്റ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അനുമതി നൽകിയത്. കയ്യേറ്റക്കാർക്ക് പോലീസും ഒത്താശ ചെയ്യുന്നു. മതചിഹ്നങ്ങൾ സ്ഥാപിച്ചത് പോലീസ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും K. സലിംകുമാർ. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ധർണ നടന്നു. പാവപ്പെട്ടവരുടെ ജീവനും ആവശ്യത്തിനും വില കൽപ്പിക്കാത്ത ഭരണമാണ് നിലവിൽ കേരളത്തിൽ നടക്കുന്നതെന്ന വിമർശനം. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പൈനാവ് വെള്ളാപ്പാറ DFO ഓഫീസ് പടിക്കിലേക്ക് മാർച്ചും ധർണയും നടന്നു. വനംവകുപ്പിനെ കയറൂരി വിട്ട് കള്ളക്കേസുകളിൽ കുടുക്കി കുടിയേറ്റ ജനതയുടെ ജനകീയ മുന്നേറ്റങ്ങളെ തകർക്കാമെന്ന് സർക്കാർ കരുതുന്നത് വിലപ്പോകില്ലെന്ന് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.